ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ലേണിംഗ് സെഷനിൽ നമ്മൾ ലേൺ ചെയ്യുന്നത് പ്രിപ്പോസിഷൻസ് ആണ്. എന്താണ് പ്രിപ്പോസിഷൻസ് എന്ന് നോക്കാം. ദീസ് ആർ വേർഡ്സ് ദാറ്റ് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ നൗൺ ഓർ പ്രൊനൗൺ ആൻഡ് അതർ വേർഡ്സ് ഇൻ എ സെൻറ്റൻസ്. അതായത് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത് ഒരു നാമവുമായോ സർവനാമവുമായോ മറ്റുള്ള വാക്കുകളിലേക്കുള്ള ബന്ധം കാണിക്കുന്ന വാക്കുകളാണ്. നമുക്കിനി പ്രിപ്പോസിഷൻസ് വൺ ബൈ വൺ മനസ്സിലാക്കാം. എല്ലാം ഇന്ന് മനസ്സിലാക്കുന്നില്ല, കുറച്ചിന്ന് മനസ്സിലാക്കാം. ബാക്കി നമുക്ക് അടുത്ത സെഷനിലേക്ക് നോക്കാം. ഇൻ എന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നു, ഓരോന്നായി മനസ്സിലാക്കാം. ഷീ ഈസ് സിറ്റിംഗ് ഇൻ ദ കാർ. അതായത് ഒരു ലൊക്കേഷനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇൻസൈഡ് പ്ലേസ്, ഇൻ ദ കാർ, അവൾ കാറിനകത്തിരിക്കുന്നു. അടുത്തത് ദ കീസ് ആർ ഇൻ ദ ഡ്രോയർ. അതും ഒരു ഇൻസൈഡ് ലൊക്കേഷനാണ്, അല്ലെ ഇൻസൈഡ് പ്ലേസ് ആണ് പറയുന്നത്. ദ കീസ് ആർ ഇൻ ദ ഡ്രോയർ, കീസ് ഡ്രോയറിനകത്തുണ്ട്. നെക്സ്റ്റ് ഐ വിൽ കോൾ യു ഇൻ ദ ഈവനിങ്. ഒരു ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇൻ ദ ഈവനിങ്, ഞാൻ വൈകുന്നേരത്ത് നിന്നെ വിളിക്കും. അടുത്തത് ഹി വിൽ ഗോ ഓൺ വെക്കേഷൻ ഇൻ മെയ്. അവിടെ ഒരു ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ മെയ് മാസത്തിൽ അവധിക്ക് പോകും. ഇൻ മെയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഹി ഈസ് ബോൺ ഇൻ 2005. അവിടെ ഒരു ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇൻ 2005, അവൻ 2005 ജനിച്ചു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഐ ആം ഇൻ ട്രബിൾ. ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ ഒരു ബുദ്ധിമുട്ടിലാണ്, അതല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പ്ലീസ് സേ ഇറ്റ് ഇൻ എ പൊളൈറ്റ് വേ. ഒരു മാനറിനെ സൂചിപ്പിക്കുന്നു. ദയവായി അത് വിനയത്തോട് പറയൂ. ഐ വിൽ ബി ദെയർ ഇൻ 10 minutes. ടൈം ഡ്യൂറേഷൻ ഫ്യൂച്ചർ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ 10 മിനിറ്റിനകം അവിടെ എത്തും. അടുത്തത് ഹി വിൽ ബി ബാക്ക് ഇൻ എ മന്ത്. ടൈം ഡ്യൂറേഷൻ ഫ്യൂച്ചർ ആണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. അവൻ ഒരു മാസത്തിനകത്ത് തിരികെ വരും. നെക്സ്റ്റ് ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്രിക്കറ്റ്. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കണക്ഷനെയാണ് പറയുന്നത്. അവന് ക്രിക്കറ്റിൽ താല്പര്യമുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് ഐ ആം ഇൻ ലവ്. ഒരു കോമൺ എക്സ്പ്രഷൻ ആണ്. അടുത്തതോ ഹീസ് ഇൻ ഹറി. അതും ഒരു കോമൺ എക്സ്പ്രഷൻ ആണ്. അവൻ അല്ലെങ്കിൽ അവൻ ധൃതിയിലാണ് എന്നുള്ള അർത്ഥമാണ്. ഇത്രയുമാണ് നമ്മൾ ഇൻ ചേർത്ത് പ്രിപ്പോസിഷൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതൊന്നും നല്ലതായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഓൺ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്ന സിറ്റുവേഷനും അതിന്റെ എക്സാമ്പിളും നമുക്കൊന്ന് മനസ്സിലാക്കാം. ദ ബോട്ടിൽ ഈസ് ഓൺ ദ ടേബിൾ. ഒരു സർഫേസ് അല്ലെങ്കിൽ പൊസിഷനെ കാണിക്കാനാണ് ഇവിടെ ഓൺ യൂസ് ചെയ്തേക്കുന്നത്. ഓൺ ദ ടേബിൾ, ബോട്ടിൽ ടേബിളിന്റെ മുകളിലുണ്ട്. നെക്സ്റ്റ് അവർ എക്സാം ഈസ് ഓൺ മൺഡേ. ഇതൊരു സ്പെസിഫിക് ഡേയെ സൂചിപ്പിക്കാനാണ് ഇവിടെ ഓൺ യൂസ് ചെയ്തേക്കുന്നത്. ഓൺ മൺഡേ, ഡേ ആണ് ഇവിടെ സൂചിപ്പിച്ചേക്കുന്നത്. ഞങ്ങളുടെ പരീക്ഷ തിങ്കളാഴ്ചയാണ്. നെക്സ്റ്റ് മൈ ബർത്ത്ഡേ ഈസ് ഓൺ 15th January. എൻ്റെ ബർത്ത്ഡേ 15th January ആണ്. സ്പെസിഫിക് ഡേറ്റിനെയാണ് ഇവിടെ സൂചിപ്പിച്ചേക്കുന്നത്. അടുത്തത് വി മെറ്റ് ഓൺ ക്രിസ്തുമസ്. ഞങ്ങൾ ക്രിസ്തുമസ് ദിനത്തിൽ കണ്ടുമുട്ടി. സ്പെസിഫിക് ഡേ ആണ് ഇവിടെ പറയുന്നത്. വി വെന്റ് ഓൺ എ ട്രിപ്പ് ലാസ്റ്റ് വീക്കെൻഡ്. ഇവിടെ ഒരു ആക്ടിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ലാസ്റ്റ് വീക്കെൻഡിൽ ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിരുന്നു എന്നാണ് പറയുന്നത്. ഓൺ എ ട്രിപ്പ് ലാസ്റ്റ് വീക്കെൻഡ്. നെക്സ്റ്റ് ഐ എം ഓൺ ദ ബസ് നൗ. ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാവലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് ലൈക്ക് ബസ്, ട്രെയിൻ, പ്ലെയിൻ, ഷിപ്പ്, ബോട്ട്, ഈ ടൈപ്പ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അത് നമുക്ക് ഓൺ എന്ന പ്രിപ്പോസിഷൻ ചേർത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അത് അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഈ ടൈപ്പ് ട്രാൻസ്പോർട്ടിൽ നമുക്ക് മൂവ്മെന്റ് സാധ്യമാകുന്നു. അതായത് വോക്ക് ചെയ്യാനും സ്റ്റാൻഡ് ചെയ്യാനും പറ്റുന്ന ട്രാൻസ്പോർട്ടാണ് ബസ്, ട്രെയിൻ, പ്ലെയിൻ, ഷിപ്പ് അല്ലെങ്കിൽ ബോട്ട്. ഇത് ശരിയായിട്ടൊന്ന് നോട്ടിഫൈ ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എപ്പോഴും നമ്മൾ ഓൺ ചേർത്ത് വേണം സംസാരിക്കാൻ. ഇൻ ചേർത്ത് സംസാരിക്കല് അത് തെറ്റാണ്. അതിന്റെ 1-2 എക്സാമ്പിളോട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഐ മെറ്റ് ഹിം ഓൺ ദ ട്രെയിൻ. ഞാൻ അവനെ ട്രെയിനിൽ കണ്ടുമുട്ടി. അടുത്തത് വി വെയർ ഓൺ എ പ്ലെയിൻ ടു ദുബൈ. ഞങ്ങൾ ദുബൈയിലേക്ക് പോകുന്ന വിമാനത്തിലായിരുന്നു. അതും ഓൺ ചേർത്ത്, ഓൺ എ പ്ലെയിൻ ടു ദുബൈ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നോക്കാം. ഐ സോ ഇറ്റ് ഓൺ ദ TV. ഇതൊരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ടെക്നോളജിയെ കാണിക്കാനാണ് ഓൺ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ അത് ടെലിവിഷനിൽ കണ്ടു എന്നാണ് പറയുന്നത്. ഇൻ ടെലിവിഷൻ അല്ലെങ്കിൽ ഇൻ ദ ടെലിവിഷൻ എന്നും പറയത്തില്ല, ഓൺ ദ TV എന്നേ പറയത്തുള്ളൂ. അടുത്തത് ഷീസ് ഓൺ ദ ഫോൺ. ഷീസ് ഇൻ ദ ഫോൺ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. നമുക്ക് നല്ല പ്രാക്ടീസ് ഇല്ലെങ്കിൽ, പക്ഷെങ്കിൽ അതെപ്പോഴും കറക്റ്റായിട്ട് ഷീസ് ഓൺ ദ ഫോൺ ആണ്. അതും ഒരു ഡിവൈസ് ആൻഡ് ടെക്നോളജിയാണ്. അവൾ ഫോണിലാണ്, ഫോണിൽ സംസാരിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് വി ഹാഡ് സ്പെഷ്യൽ ക്ലാസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്.
അതായത് ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ അവിടെയും നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഞങ്ങൾക്ക് കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ച് ഒരു പ്രത്യേക ക്ലാസ് ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ അതിന്റെ അർത്ഥം. അടുത്തത് ഷീ ഈസ് ഓൺ ഡ്യൂട്ടി. ഇവിടെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടീഷനെയാണ് സൂചിപ്പിക്കുന്നത്. അവൾ ഡ്യൂട്ടിയിലാണ്. നെക്സ്റ്റ് ഹി ഈസ് ഓൺ ലീവ് ടുഡേ. അതും ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ്. അവൻ ഇന്ന് അവധിയിലാണ്. ഓൺ എന്ന പ്രിപ്പോസിഷൻ നമ്മൾ കുറച്ചധികം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. അറ്റ് എന്ന പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത് എക്സാമ്പിളോട് കൂടി മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, അവർ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 8 AM. സ്പെസിഫിക് ടൈമിനെയാണ് നോട്ടിഫൈ ചെയ്യുന്നത്. ഞങ്ങളുടെ ക്ലാസ് രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്നു. നെക്സ്റ്റ് ഹി ഈസ് അറ്റ് ദ ഡോർ. ഒരു സ്പെസിഫിക് പൊസിഷനെയാണ് പറയുന്നത്. അവൻ വാതിലിനരികിലാണ്. നെക്സ്റ്റ് വി മെറ്റ് അറ്റ് ദ റെസ്റ്റോറൻറ്റ്. സ്പെസിഫിക് ലൊക്കേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കണ്ടുമുട്ടി. നെക്സ്റ്റ് ഐ വിൽ സീ യു അറ്റ് ലഞ്ച്. സ്പെസിഫിക് ടൈമാണ്. ലഞ്ച് ടൈമിൽ ഞാൻ നിന്നെ കാണാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഹി ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് സ്മൈൽഡ്. ഒരു ഡയറക്ഷനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫോക്കസ്. അവൻ എന്നെ നോക്കി ചിരിച്ചു. ഹീസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഒരു പെർഫോമൻസ് ലെവലിനെയാണ്, പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ലെവലിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവൻ ഇംഗ്ലീഷിൽ നല്ലതാണ്. ഒരു എക്സാമ്പിൾ കൂടി, ഹീസ് ഗുഡ് അറ്റ് ഡ്രോയിങ്. അവൻ ഡ്രോയിങ്ങിൽ അല്ലെങ്കിൽ ചിത്രരചനയിൽ നല്ലതാണ്, മികച്ചവനാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് യു ക്യാൻ സെൻഡ് ഇറ്റ് അറ്റ് abcd@gmail.com. ഒരു ഇമെയിൽ അഡ്രസ് നമ്മൾ ആർക്കെങ്കിലും പറയുമ്പോൾ അറ്റ് ചേർത്താണ് പറയുന്നത്, അല്ലെങ്കിൽ എഴുതി കൊടുക്കുമ്പോൾ അറ്റ് ചേർത്താണ് പറയുന്നത്. യു ക്യാൻ സെൻഡ് ഇറ്റ് അറ്റ് abcd@gmail.com. അടുത്തത് ഷീസ് അറ്റ് സ്കൂൾ. അതൊരു കോമൺ എക്സ്പ്രഷൻ ആണ്. ഹീസ് അറ്റ് വർക്ക്, അതൊരു കോമൺ എക്സ്പ്രഷൻ ആണ്. നമ്മുടെ ഇന്നത്തെ ലേണിംഗ് സെഷൻ നമ്മൾ ഇൻ, ഓൺ, അറ്റ് എന്നീ 3 പ്രിപ്പോസിഷൻസ് ലേൺ ചെയ്തു. ഇത് നിങ്ങൾക്ക് നല്ലതായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു പുതിയ ലേണിംഗ് സെഷൻ ബാക്കിയുള്ള പ്രിപ്പോസിഷനുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ബൈ.